ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചാലക്കുടിയിൽ പോകാൻ പോവുകയാണ്, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ മുരിങ്ങൂറിൽ. അപ്പോൾ അവിടേക്ക് ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗുഡ്നെസ് ടി വിയുടെ വോയിസ് ഓഫ് ഗുഡ്നെസ് ജൂനിയറിൻ്റെ സീസൺ 3 മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൻ്റെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ സെക്കൻഡ് റൗണ്ടിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് ട്രെയിൻ വഴി. അപ്പോൾ ട്രെയിൻ വരുന്നത് ഞങ്ങൾക്ക് രാവിലെ 5:10 കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും പിന്നെ അപ്പയും കൂടെയാണ് കേട്ടോ പോകുന്നത് അങ്ങോട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ലൈനിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് LAP കാനനൂർ ട്രെയിനാണ്, എക്സിക്യൂട്ടീവ് ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2-ലായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഓവർ ബ്രിഡ്ജ് കയറി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. പിന്നെ ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ ചാലക്കുടി എത്തുകയും ചെയ്തു കേട്ടോ. ചാലക്കുടിയിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി, കാരണം അരമണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. നേരത്തെ എത്തേണ്ടതായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു, സീറ്റൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററാണ് കേട്ടോ അവിടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ എത്തി. ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ ഇംഗ്ലീഷ് ക്യാമ്പസാണ് കേട്ടോ ഉള്ളത്, മുരിങ്ങൂരിൽ. ഇപ്പം ഞങ്ങളിവിടെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഈ ക്യാമ്പസ് വലിയ ക്യാമ്പസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് നടക്കേണ്ടി വന്നു. ഞങ്ങൾ ഇവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ സ്റ്റുഡിയോയിലേക്ക് നടന്നു പോയത്. ഇവിടെ 3 സ്റ്റുഡിയോ ആണ് കേട്ടോ ഗായ്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലാസ്റ്റാമത്തെ സ്റ്റുഡിയോയിലായിരുന്നു പോകേണ്ടി വന്നത്. പിന്നെ ഇവിടെ വന്ന പോലെ തന്നെ ഞാൻ വേഗം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ടോക്കൺ നമ്പർ വാങ്ങിച്ചു. ഇവിടെ ടോക്കൺ നമ്പർ എനിക്ക് കിട്ടിയിരുന്നത് 30ാമത്തെ ആയിരുന്നു. 13 പേരുടെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ മേക്കപ്പ് റൂമിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ സ്റ്റുഡിയോയിലേക്ക് കയറി കേട്ടോ. സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ മറ്റ് റിയാലിറ്റി ഷോ പോലെ തന്നെ അവിടെ ഷൂട്ടിംഗ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഗുഡ്നെസ് ടി വിയിൽ ഇടുന്നതാണ്. എനിക്കറിയത്തില്ല അതിൻ്റെ ഡേറ്റ് അവർ പറയും. അതിൻ്റെ ഡേറ്റ് പറയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ പോസ്റ്റ് ഇടാം കേട്ടോ. നിങ്ങൾ എല്ലാം അത് കാണണേ. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ കയറിയായിരുന്നു. അപ്പോൾ മുന്നേ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെയും പാട്ടെല്ലാം കേട്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പാടുന്നതൊക്കെ തന്നെയാണ്. പിന്നെ സ്റ്റുഡിയോയിൽ അങ്ങനെ അധികം വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വീഡിയോ പിടിച്ചത് അത്രയ്ക്ക് ശരിയായിട്ടില്ല, അത്രയ്ക്ക് ക്ലിയർ ഇല്ല. പിന്നെ നമുക്കിവിടെ 3 പാട്ടാണ് പാടാനുള്ളത്. ഇവിടെ നമുക്ക് ക്രിസ്ത്യൻ പാട്ട് തന്നെ പാടണം കേട്ടോ. പാടാനുള്ളത് ഫോക്ക് സോങ്, നമുക്ക് നാടോടി പാട്ട് പാടണം. പിന്നെ ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് നമുക്ക് പാടാനുണ്ടായിരുന്നു. പിന്നെ മെലഡി ആയിരുന്നു നമുക്കിവിടെ പാടാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാത്തിനകത്തും പാടി. പിന്നെ ഇവിടുത്തെ ജഡ്ജ് ആയിട്ടിരുന്ന അച്ഛൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നത് ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു എന്നാണ് കേട്ടോ. ഇനി ഞാൻ പാടുന്ന പാട്ടൊന്ന് നിങ്ങൾ കേട്ട് നോക്കട്ടോ. ഇവിടെ ഞാൻ പാടിയ ആദ്യത്തെ ആ പാട്ട് മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോ പിടിക്കാൻ ഇച്ചിരി അസൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 പാട്ട് ഞാൻ നന്നായിട്ട് തന്നെയാണ് ഞാൻ പാടിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനും പിന്നെ നല്ല കമൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ റിസൾട്ട് എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.